So hi guys, welcome back to the video, and in this section we are going to learn about real-time operating system. കഴിഞ്ഞ വീഡിയോയിൽ OSൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും OS എന്ത് ചെയ്യുമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് OSനെ കുറിച്ച് പറഞ്ഞു. അതിൽ ടൈമിനും ഡെഡ് ലൈനിനും ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ബേസിക്കലി RTOS stands for real time operating system, and it depends on deterministics and predictable execution of tasks. So always RTOS guarantees that important tasks happens on time and every time. Okay, so നോർമൽ OSനെ വെച്ച് നോക്കുമ്പോൾ RTOS കുറച്ചും കൂടെ പ്രിഡിക്റ്റബിൾ ആവാനും അത് ഒരു ടാസ്ക് എക്സാക്ട്ലി റൺ ചെയ്ത് ഔട്ട്പുട്ട് തരേണ്ട ടൈം കറക്റ്റ് ആക്കാനും ശ്രമിക്കും. ഓക്കെ, അതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കാറിൻ്റെ എയർ ബാഗ് സിസ്റ്റം. ഓക്കെ, ഒരു ക്രാഷ് ഡിറ്റക്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് ആ ഡെഡ് ലൈന് മുമ്പ് തന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. ഓക്കെ, അതായത് ഇച്ചിരി ലേറ്റ് ആവുകയാണെങ്കിൽ പോലും അവിടെ അത് ഫേറ്റൽ ഫോർ us. സോ ഇങ്ങനത്തെ കേസിലാണ് എപ്പോഴൊക്കെയാണ് ഡെഡ് ലൈൻ അഥവാ ടൈം പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. ആ സമയത്തൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് RTOS. ഓക്കെ, RTOSനെ കുറിച്ച് പറയുമ്പോൾ അതിന് കുറച്ച് കീ ഗോൾസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റർമിനിസ്റ്റിക് ടൈമിങ്, അതായത് ഒരു ഫിക്സഡ് ടൈമിലും നോൺ ടൈമിലും RTOS ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഡിറ്റർമിനിസ്റ്റിക് മീൻസ് പ്രെഡിക്റ്റബിൾ, റൈറ്റ്? സോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം എത്ര നേരം കൊണ്ട് ഈ ഓപ്പറേഷൻ ഫിനിഷ് ആകുമെന്ന്. ഓക്കെ, പിന്നെയുള്ളത് ഫാസ്റ്റ് കണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. ഓക്കെ, കണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഹൈ പ്രയോറിറ്റി പ്രോഗ്രാം വരികയാണെങ്കിൽ CPU അത് സ്വിച്ച് ചെയ്യും പ്രോഗ്രാംസ്. ഓക്കെ, ഇത് ഹൈ പ്രയോറിറ്റി കേസിൽ ഫാസ്റ്റ് സ്വിച്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യണം RTOS. എന്നാൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു അപ്പോൾ സിസ്റ്റം ഇൻസ്റ്റൻ്റ്ലി സ്വിച്ച് ആകണം. കാരണം ലോ പ്രയോറിറ്റിയിൽ നിന്ന് ഹൈ പ്രയോറിറ്റിയിലേക്ക് സ്വിച്ച് ആവണം. ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹൈ പ്രയോറിറ്റി ആയിരിക്കുമല്ലോ. ഓക്കെ, പിന്നെ ഉള്ളത് ഹൈ റിലയബിലിറ്റി, അതായത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇറ്റ് ഷുഡ് വർക്ക്, ദ OS ഷുഡ് വർക്ക്, ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ആൻഡ് ഷുഡ് നെവർ ക്രാഷ് ഡ്യൂറിങ് ക്രിട്ടിക്കൽ ടൈം. ആൻഡ് പിന്നെ മൾട്ടി ഫങ്ഷൻസ് വിത്ത് പ്രിയോറിറ്റീസ്, മൾട്ടി ടാസ്കിങ് വിത്ത് പ്രിയോറിറ്റി ലെവൽ അനുസരിച്ച് മൾട്ടിപ്പിൾ ടാസ്ക് റൺ ചെയ്യാനുള്ള കഴിവ് അത് OSന് ഉണ്ടാവണം. ആൻഡ് ദെൻ എഫിഷ്യൻറ്റ് ഇൻ്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ, ടാസ്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ പരസ്പരം അല്ലെങ്കിൽ സിഗ്നൽസ് ഈച്ച് അതർ. ഓക്കെ, കുറേ ടാസ്ക് ഉണ്ട്, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, ഈ സമയത്ത് കറക്റ്റായിട്ട് safe ways, it should be protected, it should be fast. So like there are many synchronization methods like queues, semaphores, mutex etc. So ഈ methods ഒക്കെ യൂസ് ചെയ്താൽ സേഫ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും പ്രൊട്ടക്റ്റഡ് ഇങ്ങനെ ഇൻ്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ RTOSൻ്റെ കീ ഗോൾസ് ആണ്. ആൻഡ് റിയൽ ടൈം ആപ്ലിക്കേഷൻസ്, in real-time applications, most of the real-time applications uses RTOS, especially in case of automotive like airbag, ECU, ABS braking system എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആയി വീല് ചേഞ്ചോ ഷെയ്ക്കോ ചെയ്യുന്നുണ്ടെങ്കിൽ സോ യു ക്യാൻ യൂസ് ദാറ്റ് ABS braking system to set that up. then മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ വെന്റിലേറ്റേഴ്സ്, ഇൻഫ്യൂഷൻ പമ്പ്സ് എക്സെട്ര. റോബോട്ടിക്സിൽ മോട്ടോർ കൺട്രോൾ ലൂപ്പ്, സെൻസർ ഫ്യൂഷൻസ് ആൻഡ് എയറോസ്പേസിൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റംസ്. IoT ആണെങ്കിൽ സെൻസേഴ്സ്, ലൈക്ക് ഈ സെൻസേഴ്സ് ഇൻട്രപ്റ്റ് ആയിട്ട് കൊടുക്കും, ഈ ഇൻട്രപ്റ്റ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അത് കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ പറ്റണം. പിന്നെ ഗേറ്റ് വേസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്റ്റാക്സ് ഉണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ദർ ഇസ് PLCs, ദാറ്റ് ഈസ് പ്രോഗ്രാമബിൾ ലോജിക് യൂണിറ്റ്, ആൻഡ് CNC മെഷീൻസ്. ഓക്കെ, so the next topic is RTOS versus general purpose OS. So general purpose OS എപ്പോഴും, so it's always designed for general computing, like focusing on performance, experience, multitasking rather than strict timing. So RTOSൻ്റെ കേസിൽ always give priority to time and deadline. ഓക്കെ, മെയിൻ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ജനറൽ പർപ്പസിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ത്രൂ ഔട്ട്പുട്ട്
കിട്ടാനായിരിക്കും. ത്രൂ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ദ rather than the fast output, it is the maximum a person can experience. Okay, and the amount of work done or data processed in a given time, that is what we mean by through output. Then ഈ ടേബിളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഡിറ്റർമിനിസം RTOSൽ ഹൈ ആയിരിക്കും, ജനറൽ പർപ്പസിൽ OSൽ ലോ ആയിരിക്കും. ആൻഡ് ടാസ്ക് പ്രിയോറിറ്റി RTOS is always strict with deadlines, ജനറൽ പർപ്പസ് ഫ്ലെക്സിബിൾ ആയിരിക്കും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ഗെയിം, നിങ്ങൾ വീഡിയോ ഗെയിം ഓണാക്കി ഇച്ചിരി നേരം ഡിലേ ആയാലും അവിടെ ഒരു ഇഷ്യൂ വരുന്നില്ല. അതേസമയം RTOSൻ്റെ കേസിലോ ഓക്കെ, വൺസ് ആൻ RTOS deadline hits, you have to be careful, you have to make sure that priority is set so that the task is done without a delay. പിന്നെ ലേറ്റൻസി ലോ ആയിരിക്കും. ജനറൽ പർപ്പസിൽ ഞാൻ പറഞ്ഞു ത്രൂപുട്ട് ത്രൂപുട്ട് ആയിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് എപ്പോഴും ഹൈ ആവാൻ ശ്രമിക്കും. അതിൻ്റെ കേസിൽ ജനറൽ പർപ്പസ് OSൽ ലേറ്റൻസി ഹൈ ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ മെമ്മറി യൂസേജ് വിൽ ബി ഹൈ. ആൻഡ് പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഓഫീസ്, മൾട്ടിമീഡിയ എല്ലാത്തിനായിരിക്കും ജനറൽ പർപ്പസ് OS യൂസ് ചെയ്യുന്നത്. RTOSൻ്റെ കേസിൽ റിയൽ ടൈം എംബഡഡ് സിസ്റ്റംസ് ആൻഡ് മെനി അതർ ആപ്ലിക്കേഷൻസ് as I told you before. പിന്നെ പ്രിഎംപ്റ്റീവ് വേഴ്സസ് കോപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ്. പ്രിഎംപ്റ്റീവ് ആണ് RTOS എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം ഓക്കെ, ഒരു ടാസ്കിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പ്രിഎംപ്റ്റീവ് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. പ്രിഎംപ്റ്റീവിൽ ഒരു ടാസ്ക് റൺ ചെയ്യുന്ന സമയത്ത് അത് ഇൻട്രപ്റ്റ് ചെയ്ത് ഹയർ പ്രയോറിറ്റി ടാസ്ക് റൺ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇൻ കേസ് ഓഫ് കോപ്പറേറ്റീവ് ടാസ്ക്കാണ് അവിടെ വോളണ്ടിയർലി ഈൽഡ് ചെയ്യേണ്ടത് CPUക്ക് വേണ്ടി. അത് കോപ്പറേറ്റീവ് ഭയങ്കര സിമ്പിളാണ് അതുകൊണ്ട് തന്നെ. കാരണം ഇങ്ങനെ ഒരു ടാസ്ക് റൺ ചെയ്യുമ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത ടാസ്ക് ചെയ്യാൻ ക്യൂവിലിട്ടുണ്ടാവും. ഓക്കെ, അതൊരു സിമ്പിൾ വേയിൽ വർക്ക് ചെയ്യും. ഇൻ കേസ് ഓഫ് പ്രിഎംപ്റ്റീവ് ഇപ്പോൾ ഒരു ഹയർ പ്രിയോറിറ്റി ടാസ്ക് വരികയാണെങ്കിൽ അത് മറ്റേ ടാസ്ക് ബ്രേക്ക് ചെയ്യണം, കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്യണം, പിന്നെ ഹയർ പ്രിയോറിറ്റി ടാസ്ക് റൺ ചെയ്യണം, വീണ്ടും പഴയ പോലെ തന്നെ റൺ ചെയ്തതിന് ശേഷം അടുത്ത പ്രിയോറിറ്റി ഉള്ളത് കയറ്റി വിടണം. സോ ഇറ്റ് ഈസ് കോംപ്ലക്സ് ബട്ട് RTOS സിസ്റ്റം റൺസ് ഇൻ പ്രിഎംപ്റ്റീവ്. പിന്നെയുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഐ ടോൾഡ് യു ഡിറ്റർമിനിസം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇൻട്രപ്റ്റ് റെസ്പോൺസസ് ഒക്കെ ഷുഡ് ബി ലെസ് ദാൻ 10 microsecond. അത് പ്രെഡിക്റ്റബിൾ ആയിരിക്കണം നമ്മുടെ കേസിൽ. ദെൻ WCET, വേർസ്റ്റ് കേസ് എക്സിക്യൂഷൻ ടൈം. RTOSൻ്റെ ഒരു ടാസ്ക് അല്ലെങ്കിൽ പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യുന്നത് അത് മാക്സ് ടൈം ദേ മേ റിക്വയർ ബേസ്ഡ് ആയിരിക്കും. അതായത് ഒരു പ്രിയോറിറ്റി ടാസ്ക് വന്നു, 2 പ്രിയോറിറ്റി ടാസ്ക് വന്നു. ഇപ്പോൾ ഫസ്റ്റ് പ്രിയോറിറ്റി ടാസ്ക് ഒരു 2 സെക്കൻഡ് റൺ ചെയ്യും, സെക്കൻഡ് പ്രിയോറിറ്റി ടാസ്ക് 10 സെക്കൻഡ് റൺ ചെയ്യും. ഞാനിപ്പോൾ ഫസ്റ്റിന് പകരം ഫസ്റ്റ് പ്രിയോറിറ്റി ടാസ്ക് റൺ ചെയ്തിട്ട് സെക്കൻഡ് റൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഫസ്റ്റ് 2 സെക്കൻഡ് കഴിഞ്ഞ് അപ്പോൾ തന്നെ എനിക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദർ ഇസ് ഓൺലി എ 2 second ഡിലേ വെൻ ദ 2 priority are same. But in case of the later one, that is if we run the second priority case first and priority 1 case second, then there will be a 10 second delay for the second one. ഓക്കെ, ഇങ്ങനെ കേസിൽ ഏറ്റവും യൂസ്ഫുള്ളായ ഏതാണെന്നനുസരിച്ച് വേർസ്റ്റ് കേസ് എക്സിക്യൂഷൻ ടൈം സെറ്റ് ചെയ്യണം. RTOS അതിന് ബേസ് ചെയ്ത് ടാസ്ക് ഷെഡ്യൂളും ചെയ്യണം, റണ്ണും ചെയ്യണം. ഓക്കെ, പിന്നെ ജിറ്റർ എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഇൻ റെസ്പോൺസ് ടൈം. ലൈക്ക് ദർ വിൽ ബി സ്പൈക്സ് ആൻഡ് ടാസ്ക് ചേഞ്ച് ചെയ്യാൻ നേരത്തെ ലൂപ്പ് ഉണ്ടാവും. സോ ഇത് പരമാവധി മിനിമൈസ് ചെയ്യാൻ പറ്റണം. നോട്ട് അൺലെസ് യു ക്യാൻ മിനിമൈസ് ദിസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു പ്രൊവൈഡ് ദ കറക്റ്റ് ഡെഡ് ലൈൻ. ഓക്കെ, ഓൾവേസ് ദ ജിറ്റർ ഷുഡ് ബി ലെസ് ദാൻ 1 microsecond. കുറേ ടൈപ്സ് ഓഫ് റിയൽ ടൈം സിസ്റ്റംസ് ഉണ്ട്, ലൈക്ക് ഹാർഡ്, സോഫ്റ്റ്, ബേസ്ഡ് ഓൺ ദ ഡെഡ് ലൈൻ സെറ്റ്. അതായത് ഹാർഡ് റിയൽ ടൈമിലാണെങ്കിൽ ഡെഡ് ലൈൻ മിസ് ചെയ്യുന്നത് എപ്പോഴും കാറ്റസ്ട്രോഫിക് ഫെയിലിയറിന് സാധ്യത ഉണ്ടാക്കാം, ലൈക്ക് ABS ബ്രേക്ക് സിസ്റ്റം, എയർ ബാഗ് സിസ്റ്റം. ആൻഡ് ഇൻ കേസ് ഓഫ് സോഫ്റ്റ് റിയൽ ടൈം ഒക്കേഷണൽ മിസ്സസ് അലൗഡ് ആണ്, ലൈക്ക് വീഡിയോ സ്ട്രീമിങ്, ഓഡിയോ പ്ലേബാക്ക്. ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കയറി വരുന്ന സമയത്ത് വീഡിയോ സ്ട്രീമിങ് ഇച്ചിരി നേരം പോസ് ചെയ്ത് വെച്ചു, കുഴപ്പമില്ല. ആൻഡ് ഓഡിയോ പ്ലേബാക്ക് കുഴപ്പമില്ല. അതേസമയം ABS ബ്രേക്ക് സിസ്റ്റമോ എയർ ബാഗ് സിസ്റ്റമോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇറർ കയറി വന്ന് ഡെഡ് ലൈൻ മിസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഫാറ്റൽ ഫോർ ദ റൈഡർ. സോ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ പീരിയോഡിക് ആൻഡ് അപീരിയോഡിക്. സോ പീരിയോഡിക് ടാസ്ക് റെഗുലർ ഇൻ്റർവെൽസിൽ ഒക്യൂർ ചെയ്തുകൊണ്ടിരിക്കും, ലൈക്ക് റീഡിങ് എ സെൻസർ എവറി 10 milliseconds ആൻഡ്
T units apart there will be a task. ഇതൊക്കെ പീരിയോഡിക് ടാസ്കിൽ പെടുന്നതാണ്. Aperiodic task എന്ന് പറയുമ്പോൾ it occurs irregularly, triggered by event like interrupts, button press from external devices, etc. So ഇതിനൊക്കെ ഇപ്പോൾ aperiodic ടാസ്ക് ആണെങ്കിൽ അതിൻ്റെ ഡെഡ് ലൈനൊക്കെ ഇൻട്രപ്റ്റിനനുസരിച്ച് സെറ്റ് ചെയ്യുന്ന രീതിയിൽ കോഡ് ചെയ്യുകയോ അത് ഡിസൈൻ ചെയ്ത് വയ്ക്കുകയോ ചെയ്യണം. ദെൻ ടൈം ഗ്യാരണ്ടി ഫോർ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ലൈക്ക് 10 millisecond താഴെ ആയിരിക്കണം എപ്പോഴും അതിൻ്റെ ഇൻട്രപ്റ്റ് റെസ്പോൺസ് ആൻഡ് ഷുഡ് ബി ലെസ് ദാൻ 1 millisecond. ദെൻ 100% റിലയബിലിറ്റി ആയിരിക്കണം. കാരണം സ്റ്റേബിൾ ആവണം. ഒരു കേസിലും ഒരു എറർ കാരണം ഒരു RTO സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കരുത്. ഓക്കെ. ഷെഡ്യൂളിംഗ് അൽഗോരിതം. As you know, there are many different scheduling algorithms from simple to more advanced and complex for the specific real-time needs. And like these are the core scheduling methods: round robin, preemptive priority, multi-level queue. So round robin gives each task equal time slice. It's like when two or three tasks or process come, and it divides the time slice equally within the three process. In case of preemptive priority, the highest priority always runs first. Yeah, this is the one mostly used in RTOS system. Then there is also multi-queue level. Tasks are grouped into multiple queues, and each queue has its own policy, thus working in a different way. Each queue works in a different way. And there is also advanced scheduling technique like rate monotonic scheduling and earliest deadline first EDF, and works in their own design structure. Next is RTOS layered architecture. So RTOS layered architecture, there is an application layer, RTOS kernel layer, hardware abstraction layer, and hardware. Okay, so this is the RTOS structure layer. Each application layer has their own functions like task logic code for the application layer, then RTOS kernel scheduler IPC and timing for kernel layer, then hardware abstraction layer has the drivers and interface, then the hardware which contains CPU, memory, and input output devices. So what is the use of layer design? So it helps in portability, easy to move the code across different hardware platforms. Then debugging is also easier. So isolated layer simply troubleshoots and reduces debugging complexity. Then there is modularity and cleaner project structure. So a well-defined project structure can easily maintain code bases and organize well file structures. So next we are going to learn about some real-time operating systems. Okay, so FreeRTOS, it is one of the most famous and most used open source RTOS design, and the reason is because it is an open source solution and it is completely free, open source, and requires minimal memory footprint. You could easily change the structure and still publish it. If you want to study RTOS, it is widely used and it has extensive community support. It also has wide range of hardware compatibility. The enterprise grade RTOS solutions. VxWorks is another commercial RTOS used in space exploration and aviations. And there is QNX. It's a microkernel architecture with fault tolerant design. It is used in automotive industries. There is also OS UC or OS 3, safety certified for medical and industrial applications. It meets stringent regulatory requirement. There is also Zephyr OS, the IoT OS. It has a scalable architecture. It is IoT excellence, that is built purpose for connected device with extensive protocol support and security features. It also has a Linux foundation. And in automotive safety, let's check what RTOS can do in automotive safety. Like ABS, anti-lock braking system, response in millisecond to prevent wheel lockup and maintaining steering control.
there is this airbag systems in automotive applications and deploys airbag within 20 to 30 millisecond of impact detection. Okay, there is also engine control. It manages fuel injection, ignition timing, emission with precision for optimal performance. In robotics also they use RTOS for motor control. For SLAM is like simultaneous localizing and mapping for autonomous navigation, used for rovers and many projects. SLAM algorithm is actually used. Then there is path planning, dynamic route optimization, avoiding obstacle in real time. There is many IoT devices powered by RTOS like sensors, battery powered sensors. Then there is smart appliances, connected home. Then communication stacks like managing Wi-Fi, Bluetooth, cellular also uses RTOS systems. Industry also uses RTOS like assembly line robots, PLCs, programmable logic controls, managing both the factory and operations. And there is also SCADA system, supervisory control and data acquisition. So SCADA systems are in high-end technologies. SCADA systems should be used with RTOS because of errors, alarms and other critical or deadline tasks. Then these are the pros and cons of RTOS. So modular design and real-time deterministic fast. There is efficient CPU utilization and it is easy to add new features, easy debugging and maintenance. So priority based control ensures important tasks run fast. There is this synchronization techniques or contents like semaphores, mutexes, queues, which prevent resource conflicts. There is well suited for complex and multifunction systems, work with multiple communication protocols, and it's best for robotic, automotive, medical, industrial control. And there is these disadvantages like it has a complex architecture, scheduling and context switches add CPU overhead. There is more need of more RAM and flash consumptions. Must carefully manage priorities to avoid conflict. There is harder debugging for deadlocks and so on. So I think from this lecture we get a basic idea on what an RTOS system can do and how much we are currently using even in our daily life, how much we are using the RTOS system. So thank you.